അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു അറിവാണ്, പലരും കേൾക്കാത്തൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് അസറിന് ശേഷം നിങ്ങൾ വെറും 21 സെക്കൻഡ് ഈ ദുആക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ, ഈ ദുആ നിങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് റബ്ബ് നൽകും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് മുജറബായ കാര്യമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു ദുആക്ക്, ഈ ഒരു പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പ്രാർത്ഥന നമ്മൾ എങ്ങനെയാണ് അസ്റിൻ്റെ ശേഷം ചൊല്ലേണ്ടത് എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നടത്തിത്തരും. ലോകം മുഴുവനും നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും, കളിയാക്കി പറഞ്ഞ കാര്യങ്ങളുണ്ടാകും. നിനക്കതൊന്നും സാധിക്കില്ലടോ, നിനക്കൊന്നും അതിനുള്ള കഴിവില്ലടോ, നിനക്കൊന്നും ഈ ജന്മത്തിൽ അതിന് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മെ പരിഹസിച്ച പല കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഒരുപാട് വിഷമങ്ങളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. കടങ്ങൾ ഉള്ളവരുണ്ടാകും, രോഗങ്ങൾ ഉള്ളവരുണ്ടാകും, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ടാകും, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, ജോലി ഇല്ലാത്തവരുണ്ടാകും, എക്സാമിൽ പാസ്സാകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും, എക്സാമിൽ ഉയർന്ന മാർക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന, ഈ ദുആ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും മറക്കാതെ ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും മരണം വരെ നമുക്ക് നൽകുമാറാകട്ടെ. ഇഹലോകത്തും നമുക്ക് അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഫലം കിട്ടാൻ, അതായത് 21 സെക്കൻഡ് മാത്രം വരുന്ന മഹത്വമേറിയ ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുന്ന കാര്യം ആരോടും പറയരുത്. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഫലം നൽകുകയുള്ളൂ. ഈ ഒരു അമല് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ സമ്പത്ത്, സമൃദ്ധി, സ്നേഹം, അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, അല്ലാഹു സുബ്ഹാനഹു തആല ദുആ വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാനൊക്കെ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യമാണിത്. ഇത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. ഇത് ചെയ്തവർക്കാർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാതെ വന്നിട്ടില്ല. എന്നാൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നടത്തിത്തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യണം. എങ്കിൽ ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം നൽകും. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്, നിങ്ങൾ ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. അത്രക്കും വലിയ മഹത്വമേറിയ ഒരു അമലാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ ഒരു അറിവ് ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ, അവരുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഈ അറിവ് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. എന്നാൽ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിച്ചേരാൻ സഹായിക്കും. ഒരു അറിവ്, ഒരു ഇൽമ് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താൽ, അറിയിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഒരു പേനയും ഒരു വെള്ള പേപ്പറും എടുത്തു വെക്കുക ഇത് എഴുതിയെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ടി വരും ഈ കാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന അമൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.
കുറച്ച് സമയം മാത്രം മതി ഇത് ചെയ്യാൻ, സെക്കൻഡുകൾ മാത്രം സമയം മതി, അധിക സമയമൊന്നും വേണ്ട. എന്നാലോ വളരെ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറി കിട്ടും. എന്ത് കാര്യമാണോ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് അത് നമുക്ക് ഹലാലാണെങ്കിൽ ഖൈറാണെങ്കിൽ ഉറപ്പാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അർപ്പണബോധമാണ്. അതായത് പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഒരു കുറവാണ്. അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണമായിട്ടും മുഴുവനാക്കാതെ മടി കാരണം ചില ആളുകൾ അത് ഉപേക്ഷിച്ചു പോകും. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അർപ്പണബോധത്തോടു കൂടി വേണം ഈ കാര്യം ചെയ്യാൻ. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി ഈ അമൽ ചെയ്യാൻ നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിൽ അറിയിക്കുക. എന്നിട്ട് നിങ്ങൾ അത് ജീവിതത്തിൽ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിന് ഫലം നൽകും. ഏതൊരു കാര്യവും നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫലം നൽകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവസാനം ലക്ഷ്യം കാണുകയും അതിൽ നമുക്ക് വിജയം കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് ഉദാഹരണമായിട്ട് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടബാധ്യത വന്നു. അങ്ങനെ അയാൾക്ക് വലിയ സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിവാക്കി, ഭാര്യ ഒഴിവാക്കി, മക്കൾ ഒഴിവാക്കി, എന്തിനേറെ പറയുന്നു മാതാപിതാക്കൾക്ക് പോലും അദ്ദേഹത്തെ കാണുമ്പോൾ വെറുപ്പായി. കാരണം അദ്ദേഹം പിന്നീട് ഒരു ബാധ്യതയായി മാറി. കുടുംബത്തിലെ ചിലവ് നോക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ തിരഞ്ഞ് എല്ലാ ദിവസവും കടക്കാർ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നാൽ ആരും വെറുത്തു പോകുന്ന രീതിയിലുള്ള സംസാരം, ഭയപ്പെടുത്തൽ, ഇങ്ങനെ നിരന്തരം തുടർന്നപ്പോൾ വീട്ടുകാർ അയാളെ പുറത്താക്കി. വീട്ടിൽ നിന്നും പുറത്തായപ്പോൾ അയാൾ പിന്നീട് ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ഓരോ ദിവസത്തെയും വിശപ്പകറ്റാൻ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുകയായിരുന്നു. അങ്ങനെ വിശപ്പകറ്റി രാത്രി സമയങ്ങളിൽ അന്തിയുറങ്ങിയത് അങ്ങാടികളിലും മറ്റ് തെരുവുകളിലുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയപ്പോൾ കടക്കാരുടെ ശല്യം പാടെ കുറഞ്ഞിരുന്നു. എന്നാലും അയാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ലായിരുന്നു. വലിയ പേടിയോടുകൂടി ഒരു മാനസിക പ്രയാസത്തിലൂടെയായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയിരുന്നത്. അതായത് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ. കടക്കാരനായി നാളെ ഞാൻ മരണപ്പെട്ടാൽ പരലോകവും എനിക്ക് പരാജയത്തിലാകുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമല്ലോ. ഈ ലോകത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു പേടിയും ഭയവും ചിന്തയും എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. സമാധാനമില്ലാത്ത അയാളുടെ ജീവിതത്തിൽ അദ്ദേഹം 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കാറ്. അതുവരെ അദ്ദേഹം പട്ടിണിയാണ്. മാത്രമല്ല കൂടുതൽ സമയവും അയാൾ ആരാരുമില്ലാത്ത ഭാഗത്ത് ഒറ്റയ്ക്കിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം ഇബാദത്തുകൾ എടുക്കും. പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യും. ദിക്റുകൾ അധികരിപ്പിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയവും അയാളുടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ 3 ദിവസമായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങാടിയിലേക്ക് യാചിക്കാൻ വേണ്ടിയിട്ട് അയാൾ പതിവ് പോലെ വീണ്ടും ഇറങ്ങി.
സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ടും അദ്ദേഹം യാചിക്കാൻ വേണ്ടിയിട്ട് ആരോടും കൈനീട്ടുന്നില്ല. അദ്ദേഹം ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഇത് ഒരു വലിയ മഹാൻ അതുവഴി കടന്നു പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കരച്ചിൽ കാണുകയും ഇയാളുടെ അരികിലേക്ക് ആ വലിയ മഹാൻ കടന്നു വരികയും ചെയ്തു. മഹാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇതുവരെയായിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തലകൊണ്ട് ആംഗ്യം കാണിച്ചു, അല്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മഹാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ആ മഹാനോട് പറഞ്ഞു കൊടുത്തു. മഹാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമായിട്ട് സർവശക്തനായ റബ്ബുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദിവസങ്ങളായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്, എൻ്റെ വീട്ടിലേക്ക് വരൂ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. ആ സമയം മഹാൻ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അത് മാനിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ മഹാൻ്റെ കൂടെ പോവുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. മാത്രമല്ല ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെയിരിക്കെ അവിടെ നിന്ന് എണീക്കാൻ പോലും അദ്ദേഹത്തിന് ആരോഗ്യമില്ല, അവശനായിരിക്കുകയാണ്. ആ സമയത്ത് മഹാൻ്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ എടുത്തു വാഹനത്തിലേക്ക് വയ്ക്കുകയും അങ്ങനെ മഹാൻ്റെ വീട്ടിലേക്ക് യാത്രയായി. മഹാൻ്റെ വീട്ടിലേക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്. അത്രത്തോളം അകലെയാണ് മഹാൻ്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയം വരെ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മഹാന് ഇത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാൻ വാഹനത്തിൽ കയറിയ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയും ആ വെള്ളത്തിലേക്ക് മഹാൻ മന്ത്രിച്ച് ഊതുകയും ആ വെള്ളം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. മാഷാ അല്ലാഹ്, അത്ഭുതം എന്ന് പറയട്ടെ. ആ മന്ത്രിച്ച വെള്ളം കുടിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറി, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായി മാറി. അങ്ങനെ പിന്നീട് അവർ യാത്രയായി. മഹാൻ്റെ വീട്ടിലെത്തിയത് സുബ്ഹിയോട് അടുത്ത സമയമായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ തന്നെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ കൊടുത്തു കുളിച്ച് ഫ്രഷാകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുളിച്ച് ഫ്രഷായി. മഹാനും അവരെല്ലാവരും കൂടി ഒരുമിച്ച് ജമാഅത്തായി സുബ്ഹി നിസ്കരിച്ചു. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒട്ടകത്തിൻ്റെ മാംസവും റൊട്ടിയും വയറ് നിറയെ അദ്ദേഹത്തിന് ഭക്ഷണമായി നൽകുകയും ചെയ്തു. ആ മനുഷ്യൻ വർഷങ്ങളായി ഇത്തരത്തിലുള്ളൊരു ആഹാരം കഴിച്ചിട്ട് വലിയ സന്തോഷത്തോടു കൂടി ആ ആഹാരം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേട്ടയാടുന്നത് ആ വലിയ കടബാധ്യതയായിരുന്നു. ആ കടബാധ്യത എങ്ങനെയെങ്കിലും വീട് കിട്ടണം, അതിനൊരു പരിഹാരം വേണം എന്നായിരുന്നു എപ്പോഴും മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമാർഗം മഹാനോട് ചോദിക്കണം എന്ന് മനസ്സിൽ കരുതി നടക്കുന്ന സമയത്തായിരുന്നു മഹാൻ ഇങ്ങോട്ട് പറയുന്നത്. മഹാൻ പറയുകയാണ്, നീ വിഷമിക്കേണ്ട, നിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം നൽകും. അതിനുള്ളൊരു മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലം ഞാൻ നിനക്ക് തരാം. അതിന് എനിക്ക് നീ ഒന്നും തരേണ്ട. എനിക്കറിയാം ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നിൻ്റെ കടബാധ്യത വീടില്ല എന്ന്, നിൻ്റെ സാമ്പത്തിക പ്രയാസം മാറില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും നീ പരമേൽപ്പിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടിയും അർപ്പണബോധത്തോടു കൂടിയും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നീ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിൻ്റെ എല്ലാ കടബാധ്യതകളും തീരും. മാത്രമല്ല നീ ഏറ്റവും വലിയൊരു പണക്കാരനായി മാറുകയും ചെയ്യും. ഇതിനു വേണ്ടി നീ ചെയ്യേണ്ടത്, ഞാൻ നിനക്ക് തന്ന ആ ഭൂമിയിൽ നീ ഖനനം ചെയ്യണം, നീ കുഴിക്കണം. നല്ല വിശ്വാസത്തോടു കൂടി മടി കൂടാതെ നീ കുഴിച്ചു കഴിഞ്ഞാൽ അതിൽ ധാരാളം സ്വർണത്തിൻ്റെ ശേഖരമുണ്ട്. ആ ശേഖരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതാണ്. അത് നീ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നിൻ്റെ എല്ലാ കടബാധ്യതയും മാറും. മാത്രമല്ല നീ വലിയ ധനികനായി മാറുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി ആ ഭൂമി ഖനനം ചെയ്യാൻ തുടങ്ങി.
ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും യാതൊരു ഫലവും കിട്ടുന്നില്ല. മഹാൻ പറഞ്ഞ സ്വർണത്തിൻ്റെ ശേഖരം കാണുന്നില്ല. അങ്ങനെ അയാൾക്ക് വലിയ വിഷമമായി. മാത്രമല്ല, മഹാനോടുള്ള ആ വിശ്വാസവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ പണിയെടുക്കുന്നില്ല. ഈ പണി ഞാൻ വേറെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ കടബാധ്യതയും വീട്ടാമായിരുന്നു. മാത്രമല്ല, ഒരുപാട് സമ്പത്ത് എനിക്കുണ്ടാക്കാമായിരുന്നു. അത്രത്തോളം ഞാൻ നിങ്ങളുടെ ഈ ഭൂമിയിൽ ഞാൻ ഖനനം ചെയ്തു. എൻ്റെ വിയർപ്പെല്ലാം പറ്റി എൻ്റെ ആയുസ്സെല്ലാം നഷ്ടപ്പെടുകയാണ്. എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടണം. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുകയാണ്. എനിക്ക് അള്ളാഹു നൽകിയ ആയുസ് തീരുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും അധ്വാനിച്ചുകൊണ്ട് എൻ്റെ കടബാധ്യതകൾ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹാൻ്റെ അടുത്ത് ഇതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ പറഞ്ഞ് കടബാധ്യത പറഞ്ഞ് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യനോടും മഹാൻ പറഞ്ഞത്, നിങ്ങൾ ആ ഭൂമി കുഴിച്ചോളൂ. ആ ഭൂമി കുഴിച്ചാൽ നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ ശേഖരം കിട്ടും. അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യത വീടും, സാമ്പത്തിക പ്രയാസങ്ങൾ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനും വലിയ സന്തോഷത്തോടു കൂടി അവിടെ ഖനനം ചെയ്യാൻ തുടങ്ങി. എന്നാൽ മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ, ഏതാനും അടി കുഴിച്ചപ്പോൾ ഭൂമി മുഴുവനും സ്വർണത്തിൻ്റെ ശേഖരം. അയാൾ വലിയ സന്തോഷവാനായി. അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അയാൾ വീണ്ടും ഖനനം ചെയ്തു. ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കടബാധ്യതകളെല്ലാം വീടി. മാത്രമല്ല, അദ്ദേഹം ആ നാട്ടിലെ വലിയ ധനികനായി. പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ആ ഭൂമിയിൽ ഖനനം ചെയ്ത് കിട്ടുന്ന സ്വർണത്തിൻ്റെ ശേഖരം പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്കയായി നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും കാര്യം നല്ല വിശ്വാസത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിൻ്റെ പാതി വഴിയിൽ വെച്ച് ഒരിക്കലും നിർത്തിപ്പോകരുത്. അതാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ അമലുണ്ടല്ലോ, ഇത് നിങ്ങൾ 7 ദിവസമാണ് ചെയ്യേണ്ടത്. 7 ദിവസം, ഓരോ ദിവസവും നിങ്ങൾ വെറും സെക്കൻഡുകൾ മാത്രം സമയം ചിലവഴിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ 7 ദിവസം ഈ കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അതിന് നിങ്ങൾക്ക് ഫലം ലഭിക്കും. നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എന്നാലോ അത് നിങ്ങൾ പാതി വഴിയിൽ വെച്ച് നിർത്തരുത്. അതായത് 4 ദിവസം ചെയ്തു, 5-ാമത്തെ ദിവസം ചെയ്യാതെ അത് വീണ്ടും നിങ്ങൾ 6-ാമത്തെ ദിവസം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടില്ല. നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് 7 ദിവസം ഇടവിടാതെ ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ്. എന്നാൽ ചില ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടും, അത് നടന്നു കിട്ടും. ചില ആളുകളുടേതോ അല്പം വൈകിട്ടായിരിക്കും അത് നടക്കുക. എന്നാൽ ചില ആളുകളുടേത് ജീവിതത്തിൽ അത് നടക്കാതെ പോകും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി എഴുതിയ കാര്യങ്ങൾ പോലും ഈ കാര്യം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റി എഴുതും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മുറാദുകൾ, എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഈ ഒരു അമൽ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ചെയ്യാം. അതായത് മെൻസസ് ഉള്ള സമയത്തും അവർക്ക് ഈ അമൽ ചെയ്യാം. അത് യാതൊരു കുഴപ്പവുമില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട സമയം അസറിൻ്റെ ശേഷമാണ്. അസറിൻ്റെ ശേഷം ചെയ്തു തുടങ്ങുക. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം തുടരെ നിങ്ങൾ ഒരു ദിവസം ഇടവിടാതെ അസറിൻ്റെ ശേഷം, അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അസറിൻ്റെ ശേഷം എപ്പോഴാണെങ്കിലും മഗ്രിബിൻ്റെ ശേഷമോ നിങ്ങൾ ഈ കാര്യം ചെയ്യുക.
ഇനി ഞാൻ നിങ്ങൾക്ക് ചൊല്ലേണ്ട ആ പ്രാർത്ഥന ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ ദിവസം 7 ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം തന്നെ യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, ഈ ഒരു ദിക്ർ നിങ്ങൾ 100 തവണ ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പറയുക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് യാ വാഹിദു യാ അഹദു, യാ വാഹിദു യാ അഹദു. ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം രണ്ടാമത്തെ ദിവസവും ചൊല്ലുക. എന്നതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അസ്റിൻ്റെ ശേഷമാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. അല്ലാത്ത സമയം ചെയ്യാം, എന്നാൽ അസ്റിൻ്റെ ശേഷം ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് യാ സ്വമദു യാ ഫർദു, യാ സ്വമദു യാ ഫർദു, യാ സമദു യാ ഫർദു എന്നിങ്ങനെ 100 പ്രാവശ്യം മൂന്നാമത്തെ ദിവസവും നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി നാലാമത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി അഞ്ചാമത്തെ ദിവസം ചൊല്ലേണ്ടത് യാ ഹന്നാനു യാ മന്നാനു, യാ ഹന്നാനു യാ മന്നാനു, യാ ഹന്നാനു യാ മന്നാനു എന്നിങ്ങനെ 100 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി ആറാമത്തെ ദിവസം ചൊല്ലേണ്ടത് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഒരു ദിക്ർ നിങ്ങൾ 100 തവണ ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. ഇനി ഏഴാമത്തെ ദിവസം, അവസാനത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് യാ അല്ലാഹു യാഹു, യാ അല്ലാഹു യാഹു, യാ അല്ലാഹു യാഹു എന്നിങ്ങനെ 100 തവണ ചൊല്ലുക. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അവസാനത്തെ ദിവസം ഒരുപാട് സമയം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കണ്ണീരോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റി തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിങ്ങൾക്ക് നിറവേറി കിട്ടും. നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇടവിടാതെ കുറച്ച് സെക്കൻഡുകൾ മാത്രം സമയം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം ഇടവിടാതെ നിങ്ങൾ തുടർച്ചയായിട്ട് 7 ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കൂ. ഞാൻ ഇൻഷാ അല്ലാഹ് ഉറപ്പ് നൽകുകയാണ്, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് നിറവേറ്റി തരും. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ഈ കാര്യം ചെയ്ത് അവസാനമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഈ ഒരു ദിക്ർ നിങ്ങൾ അവസാനത്തെ ദിവസം 33 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു തആലാക്ക് നമ്മോട് വലിയ ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു നൽകും. മാത്രമല്ല നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകുകയും ജീവിതത്തിൽ വലിയ വിജയം നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറക്കാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ഇഹലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ടും എല്ലാവിധ മാറാരോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.